എൻ്റെ ഒരു സുഹൃത്ത് ഏനാത്തുണ്ട്. 10ാം ക്ലാസ് വരെ എൻ്റെ കൂടെ പഠിച്ച വളരെ സാധാരണക്കാരനായ ചെറുപ്പക്കാരൻ. അവൻ കളിച്ചുകൊണ്ടിരുന്നപ്പോൾ കാലെന്ന് മറിഞ്ഞു വീണിട്ട് അവനെ നേരെ ആശുപത്രി കൊണ്ടുപോയി കട്ടിലേക്ക് നിവർന്ന് കിടക്കുകയാണ്. 29 വയസ്സ്. അതായത് ഞാൻ അച്ഛനായതിനു ശേഷം അവനെ കാണാൻ പോയി. പൊട്ടി ഒലിച്ചിട്ട് അവന് ബൈക്ക് എന്ന് പറഞ്ഞാൽ വലിയ താല്പര്യമായിട്ട് ഞാൻ എൻ്റെ ബൈക്ക് ദൂരെ വെച്ചിട്ട് നടന്ന് അവൻ്റെ വീട്ടിൽ പോയി. ഞാൻ അവിടെ ചെന്നു. 29 വയസ്സാണ്. ഞാൻ അവിടെ ചെന്നപ്പോൾ അവൻ എന്നോട് ചോദിച്ചു, എടാ നീ അച്ഛനല്ലേ? അവനാണ്. നീ ദൈവത്തിൻ്റെ അടുത്ത ആളല്ലേ? അവനാ ദൈവത്തോട് പോയി ചോദിക്കേ. എനിക്കറിയില്ലേ, ഞാൻ അച്ഛനാന്ന് മാത്രം എനിക്കറിയാം, ദൈവത്തെ ഇഷ്ടപ്പെടുന്നുണ്ടെന്നും എനിക്കറിയാം. ഇതൊന്നുമല്ല, എനിക്കൊരു കാര്യം അറിയണം. എന്താ നീ കാര്യം അറിയണം? അപ്പം നമ്മൾ സർവജ്ഞ പീഠം കയറിയ പോലെ അവനോട് ചോദിച്ചു, നിനക്ക് എന്താ അറിയണ്ടേ? ചോദിച്ചോളാൻ പറഞ്ഞു. അവനൊരൊറ്റ വാചകത്തിൽ ചോദിച്ചു, ഞാൻ എന്നാ ചത്തുപോകുന്നത് നിനക്കൊന്ന് പറയാമോ? എന്നിട്ട് അവന് മണ്ടയ്ക്ക് കിടന്ന ബെഡ്ഷീറ്റ് ഒന്ന് പൊക്കി, വസ്ത്രം ധരിക്കാതെ കിടക്കുന്നവൻ പെതുക്കെ മൂടൊന്ന് പൊക്കി കാണിച്ചപ്പം പൊട്ടി ഒലിച്ച ബെഡ് സോറ് കണ്ടു. എൻ്റെ കൂടെ പഠിച്ചവനാ. അവൻ എന്നോട് പറഞ്ഞു, എടാ അച്ഛാ, സഹിക്കാൻ വയ്യാഞ്ഞിട്ടാടാ ഞാൻ ആ ചോദ്യം ചോദിച്ചത്. എൻ്റെ അപ്പൻ്റെ സർവ്വസമ്പാദ്യവും എനിക്ക് വേണ്ടി ചെലവിട്ട് കഴിഞ്ഞ് എന്നെ ഒന്ന് നേരെ നിർത്താൻ വേണ്ടി എൻ്റെ അമ്മയ്ക്കൊരു കല്യാണത്തിനായിട്ട് മറ്റൊരു നല്ല കാര്യത്തിനും പാം വയ്യ, എന്നെ ശുശ്രൂഷിക്കണമെന്ന് പറഞ്ഞു കിടന്നിട്ട് എൻ്റെ മൂത്തവൻ ഒരു കല്യാണം വരുന്നില്ല. കാരണം അവൻ കല്യാണം കഴിച്ചു വരുന്ന പെണ്ണ് എന്നെയും കൂടെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ചത്തുപോയാൽ അത്രയും ഭാഗ്യമാടാ എനിക്ക്. അതുകൊണ്ടാടാ അച്ഛാ ഞാൻ നിന്നോട് ചോദിച്ചത്, ഞാൻ എന്നാ ചത്തുപോകുന്നതെന്ന്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ന് നമ്മളെ എടുക്കാനും പിടിക്കാനും നമ്മളെ കൊണ്ടു നടക്കാനൊക്കെ ആരൊക്കെ ഉണ്ടെന്നറിയാമോ? എത്ര പേര് വേണം? ഇതുപോലൊരു ദിവസം പറയിക്കാൻ വലിയ താമസമൊന്നും വേണ്ട. അതിനിട നൽകാതെ നിലനിർത്തുന്നുവെങ്കിൽ ഓർത്തുകൊള്ളുക, ദൈവത്തെ തിരിച്ചറിയാൻ വേണ്ടിയാ. ഞാൻ ഈ റോഡിൽ കൂടിയൊക്കെ യാത്ര ചെയ്യുമ്പോഴേ ചില ആളുകളെ കാണാം, ഇങ്ങനെ കൈകൊണ്ട് വരച്ച് ചിരിച്ച് കരഞ്ഞ് കല്ലെടുത്തെറിഞ്ഞ് ഒക്കെ പോവും. നമ്മൾ അവരെ വിളിക്കും ഭ്രാന്തരെന്ന് വിളിക്കും. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടല്ല, അവരുടെ ബുദ്ധി കൂടിപ്പോയിട്ട് ചിന്ത കൂടിപ്പോയതാ. ചില ആളുകളുണ്ട്, നമ്മൾ പറഞ്ഞാൽ അവർക്കൊന്നും മനസ്സിലാകില്ല, അവരിങ്ങനെ ഇരിക്കും. അവരെഴുന്നേക്കാൻ പറഞ്ഞാൽ അവരിയ്ക്കും, ഇരിക്കാൻ പറഞ്ഞാൽ അവർ എഴുന്നേക്കും. അവർക്ക് ബുദ്ധി ഇല്ലാഞ്ഞിട്ടാ. ഞാൻ ഇവരെ കാണുമ്പോൾ മനസ്സിൽ പാടിപ്പോവും, നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാ. സംശയിക്കരുത്, ദൈവം നിർത്തിയതാ. നിന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നെങ്കിൽ വീഴ്ത്താൻ ദൈവത്തിന് അറിയാം. 2, സ്കൂളിലേക്ക്, കടമ്പനാട് കത്തീഡ്രലിന്റെ ഉടമസ്ഥയിലുള്ള സ്കൂളിലേക്ക് ഞാൻ കയറിപ്പോകുമ്പം എൻ്റെ ഗുരുനാഥൻ പ്രൊഫസർ PJ ജേക്കബ് എന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, അദ്ദേഹം ഒരു മറ്റു സഭക്കാരനാ, ഏത് സഭയെന്ന് ഞാൻ പറയണില്ല. അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ, സ്കൂളിന്റെ പടിയിലോട്ട് വണ്ടി ഓടിച്ചു കയറുമ്പം അച്ഛൻ ഓർത്തോണം, ഇതുപോലെ ഒരുപാട് പേര്, ഇതിനേക്കാൾ കഴിവുള്ളവര്, വിദ്യാഭ്യാസമുള്ളവര് ഒക്കെ ഉണ്ടായിട്ട് അച്ഛനൊരു ജോലി ദൈവം തന്നതാ. ഇതിനേക്കാളും യോഗ്യതയുള്ളവര് വീടില്ലാതെ കിടക്കുമ്പം ഒരു വീട് കിട്ടിയതാ. ഇതിനേക്കാളും യോഗ്യതയുള്ളവര് ഇന്നും എൻ്റെ സ്റ്റാഫ് റൂമിലേക്ക് കടന്നു വന്ന്, അച്ഛാ, മകളെ പഠിപ്പിക്കാനാണ്, ഭക്ഷണം കഴിക്കാനാണെന്ന് പറഞ്ഞ് ഇരക്കാൻ അവസരം ഉണ്ടാക്കിയപ്പം ദൈവം എനിക്ക് അതിനൊന്നും അവസരം ഉണ്ടാക്കാതിരിക്കുമ്പം ഓർത്തുകൊള്ളുക, നേടിയതല്ല ദൈവമെല്ലാം തന്നതല്ലേ. മറക്കാനിടയാകരുത്. ഓർത്തെടുത്തുകൊള്ളുക, ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊള്ളുക. അവിടെ വേറെ ഒന്നും വേണ്ടാന്നേ. അറിയാണ്ട് പള്ളിയിലോട്ട് വന്നോളും. ഒരു വികാരിയച്ഛനും എന്റെ പേര് വിളിക്കണ്ട, നീ വന്നോന്ന് ചോദിക്കണ്ട, ഞാൻ പള്ളിയിലുണ്ടാകും.